നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSU സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. കെട്ടിടം പണിത് 10 വർഷം പിന്നിട്ടിട്ടും എടത്തിരുത്തി അംഗൻവാടിയിൽ വൈദ്യുതി എത്തിയില്ല. ചാമക്കാല മഹല്ല് കമ്മിറ്റിയും UAE കമ്മിറ്റിയും സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. KSU സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. KSU നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിൻ വൈലോപ്പിള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ തൃപ്രയാർ സെൻട്രൽ സിഗ്നലിന് സമീപം ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായിരുന്നു. KSU ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ ജോൺ, സുജിൻ വൈലോപ്പിള്ളി, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, KJ യദുകൃഷ്ണ, അനീഷ് ആന്റണി എന്നീ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. ദേശീയപാതയിൽ കുത്തിയിരിപ്പ് നടത്തി ഗതാഗതം സ്തംഭിപ്പിച്ചതിനെതിരെ തുടർന്നാണ് KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് SI-മാരായ KJ ടോണി, ജഗദീഷ്, ASI-മാരായ ലാൻസൺ, കുട്ടൻ, സജി എന്നിവർ ചേർന്നാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. കെട്ടിടം പണിത് 10 വർഷം പിന്നിട്ടിട്ടും അംഗൻവാടിയിൽ വൈദ്യുതി എത്തിയില്ല. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന GDSM അംഗൻവാടിക്കാണ് ഈ ദുർഗതി. 2006-ലാണ് കെട്ടിടം പണി പൂർത്തിയാക്കി അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചത്. 15 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ അംഗൻവാടിയിലുള്ളത്. വേനൽക്കാലത്ത് വൈദ്യുതി ഇല്ലാത്തത് മൂലം ചൂട് സഹിക്കാൻ പറ്റാതെയും മഴക്കാലമായപ്പോൾ കൊതുകുകളുടെയും മറ്റു പ്രാണികളുടെയും ശല്യവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നതായും രക്ഷിതാക്കൾ പറയുന്നു. കറണ്ടിനെ അപേക്ഷിച്ചിട്ട് ഇതുവരെയായിട്ടും കറണ്ട് കിട്ടിയിട്ടില്ല. കിടാങ്ങൾക്ക് വേനൽക്കാലമായി കഴിഞ്ഞാൽ കിടാങ്ങൾ വെന്തുരുകണ അവസ്ഥ അംഗനവാടിയിലാന്ന് വെച്ചാൽ പിള്ളേരും അന്ന് ഉണ്ടാവില്ല. പിന്നെ മഴക്കാലത്താന്ന് വെച്ചാൽ ഈച്ചയും കൊതും. പിന്നെ ഗ്രാമസഭയിലൊക്കെ പറയുമ്പോഴൊന്നും അവർക്കൊരു കുലുക്കൂലിയ. പഞ്ചായത്തിൽ പോയി പറയാറുണ്ട്, അതൊന്നും അവർക്കൊരു ഇതില്ല. നിരവധി തവണ പഞ്ചായത്തിനും വാർഡ് മെമ്പർക്കും അപേക്ഷ നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് അംഗൻവാടി ജീവനക്കാർ പറഞ്ഞു. അതേസമയം അംഗൻവാടിക്ക് വൈദ്യുതി എത്തിക്കുവാനുള്ള നടപടി ആരംഭിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് പറഞ്ഞു. ചാമക്കാല മഹല്ല് കമ്മിറ്റിയും UAE കമ്മിറ്റിയും സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം SMK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് MCM മൊയ്തീൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബ് അബ്ദുൽ നാസർ ലത്തീഫി, ജനറൽ സെക്രട്ടറി PK മുഹമ്മദ് അലി ഹാജി, TM ഹൈദർ ഹാജി, ഹുസൈൻ ദാരിമി, MCK ജമാലുദ്ദീൻ ഹാജി, EK മുഹമ്മദ് ഹാജി, PI ഗഫൂർ എന്നിവർ സംസാരിച്ചു. അഷ്റഫുൽ ഖൽഖ് തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് ചോദിച്ചു, അയാൾ അങ്ങനെ ധിക്കാരപൂർവമൊന്നും പറഞ്ഞതല്ല സ്വഹാബാക്കളെ. അയാളുടെ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അയാൾ പറയേണ്ടത് തിരിഞ്ഞു പോയതാണ് എന്ന് പുണ്യനബി. നമുക്ക് പറയാൻ എന്താ കിട്ടുക എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ ഉടമസ്ഥനാണെന്ന് പറയേണ്ടതിന് പകരമാണ് ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു പോയതെന്ന് സയ്യിദുനാ റസൂൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, ആ മനുഷ്യന്റെ സന്തോഷം കണ്ടോ? ആ മനുഷ്യന്റെ സന്തോഷത്തെക്കാൾ ഇരട്ടി സന്തോഷവുമായി നിന്റെ മുമ്പിലുണ്ടാകും നിന്റെ ഉടമസ്ഥൻ. എപ്പോ? 2 കൈയും
രണ്ട് കയ്യും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവേ പൊറുക്കണേ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ. മഹാനായ ഇബ്നു കസീർ തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ച് പറയുന്ന ഒരു ഹദീസിൽ രസകരമായി തോന്നും. അതിങ്ങനെയാണ്, ഒരാൾ തെറ്റ് ചെയ്തു എന്നിട്ട് പറയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തന്നെ. അപ്പൊ അല്ല പറയും അവൻ തെറ്റ് ചെയ്തു ശരിയാണ്, പക്ഷേ ഞാനുണ്ടെന്നുള്ള ബോധ്യം അവനുണ്ടല്ലോ, ഞാനുണ്ടെന്ന ബോധ്യം, ഞാൻ അവന്റെ റബ്ബാണെന്ന ബോധ്യം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ എന്നോട് അവൻ പൊറുക്കലിനെ തേടിയത്, ഞാൻ അവന് പുറത്തു കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അയാൾ തെറ്റ് ചെയ്യും, എന്നിട്ട് അവൻ വീണ്ടും പറയും അല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പോഴും അള്ളാഹു പറയും അത്രേ, ഞാൻ എന്നെ തന്നെയല്ലേ അവൻ വിളിച്ചത്, ഞാൻ അയാൾ. കയ്പമംഗലം മകമ്പാടം ജനപക്ഷ സാംസ്കാരിക സമിതിയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡും നൽകി. ക്ഷേമോദയം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് അജിത് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ക്യാഷ് അവാർഡ് വിതരണവും പഞ്ചായത്ത് അംഗം PC മനോജ് പഠനോപകരണ വിതരണവും നടത്തി. തിലകൻ തറയിൽ PC അശോകൻ എന്നിവർ സംസാരിച്ചു. പുസ്തക വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന അതിന്റെ സംഘാടകരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു SSLC പോലുള്ള ഒരു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും അതിനോടനുബന്ധിച്ച് ഒരു അനുമോദന സദസ്സിൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളതും വലിയ ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുമോദനം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുമോദനം നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾക്ക് ഒരു ദൃഢനിശ്ചയത്തിന് വഴിയൊരുക്കും. നാട്ടിക സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വാഴ കൃഷിക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. CP സ്വാലിഹ് ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് അക്കാദമി മുഖ്യ രക്ഷാധികാരി അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു മുഖ്യാതിഥിയായി. PK ജനാർദ്ദനൻ, ട്രീസ മാത്യൂസ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.